ഹായ്, നമ്മൾ ലിമിറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് റിസൾട്ടാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. എന്താണ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? സപ്പോസ് ദാറ്റ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി എക്സ് വൈ. നമുക്കറിയാം ഏതൊരു കോംപ്ലക്സ് ഫംഗ്ഷനെയും നമുക്ക് എങ്ങനെ എഴുതാം? ആ റിയൽ പാർട്ട് പ്ലസ് ആണ് യു എക്സ് വൈ ആണ് റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻറ്റു വി എക്സ് വൈ. ഇതിൽ യു എക്സ് വൈ എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ ഏത് റിയൽ പാർട്ടും വി എക്സ് വൈ എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ എന്താണ് ഇമാജിനറി പാർട്ടുമാണ്. ഓക്കെ, ഇനി ഇസഡ് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു എൽ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്കറിയാം ഇസഡ് നോട്ട് എന്ന് പറയുന്നൊരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ ഇസഡ് നോട്ടിന് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ട് എന്ന് എഴുതാം. അതുപോലെ ലിമിറ്റായിട്ട് കിട്ടുന്ന ആൻസറും എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറാണ്. അത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? യു നോട്ട് പ്ലസ് ഐ ഇൻറ്റു വി നോട്ട് എന്ന് എഴുതാം. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ വേറെ രീതിയിൽ എഴുതാം. ഇതേ കാര്യത്തിൽ ഞാൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. ലിമിറ്റ് ഇസഡ് എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതാം. ഇസഡ് നോട്ടിന് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ട്. എഫ് ഓഫ് ഇസഡ് എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എന്തെഴുതാം? യു എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി എക്സ് വൈ ഈക്വൽ ടു എൽ. എല്ലിന് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്ന പേര്? യു നോട്ട് പ്ലസ് ഐ വി നോട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ റീറൈറ്റ് ചെയ്യാമല്ലോ. ഈ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നൊരു കോംപ്ലക്സ് നമ്പറാണ്. നമ്മൾ ആ കോംപ്ലക്സ് നമ്പർ പഠിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നു എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഓർഡേർഡ് പെയർ എക്സ് വൈ എന്ന് എഴുതാം. നമ്മൾ കോംപ്ലക്സ് പ്ലെയിനിൽ പോയിന്റിനെ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഓർഡേർഡ് പെയർ എക്സ് വൈ എന്ന് എഴുതാം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇതിന് ഞാൻ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാണ്. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് യു എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി എക്സ് വൈ ഈക്വൽ ടു യു നോട്ട് പ്ലസ് ഐ വി നോട്ട്. ഓക്കെ, നിങ്ങൾ ഇത്രയും കണ്ടാൽ മതി. അപ്പം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേ യു എക്സ് വൈ എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ്. അതിന് കറസ്പോണ്ടിങ് ഇപ്പുറത്തെ റിയൽ പാർട്ട് ആരാ വരുന്നത്? യു നോട്ട്. അതുപോലെ വി എക്സ് വൈ എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്, ശരിയല്ലേ? ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്ത് വരുന്ന ആരാണ്? വി നോട്ടാണ്. അതായത് ഇത് ട്രൂ ആണെങ്കിൽ, അത് ഈ ബോക്സിൽ എഴുതിയിരിക്കുന്ന കാര്യം ട്രൂ ആണെന്നുണ്ടെങ്കിൽ റിയൽ പാർട്ടിലേക്ക് പോകും. അതായത് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട്. നമ്മൾ ഫംഗ്ഷൻ മൊത്തം എഴുതുന്നില്ല, റിയൽ പാർട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ യു എക്സ് വൈ, കാരണം യു എക്സ് വൈ എന്ന് മാത്രം എഴുതുമ്പോഴും അത് തന്നെയാണ് ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? യു നോട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഇമാജിനറി പാർട്ട് ഉണ്ടല്ലോ, ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് വി എക്സ് വൈ, അതെത്ര വരും? വി നോട്ട്. ഓക്കെ, അതാണ് പറയുന്നത്. അതാണ് നമ്മുടെ തിയറം. നോക്കൂ, ഇതാണ് നമ്മുടെ തിയറം പറയുന്നത്. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു എൽ ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏതാണോ ലിമിറ്റ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ റിയൽ പാർട്ടായിരിക്കും. ഓക്കെ, അതായത് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എല്ലിൻ്റെ റിയൽ പാർട്ടായിരിക്കും. അതേപോലെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ എൽ എന്ന് പറയുന്ന വാല്യൂവിൻ്റെ ഇമാജിനറി പാർട്ടായിരിക്കും. അതായത് ഒന്നുകൂടെ തെളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? ആ നമ്മുടെ എൽ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടായിരിക്കും. അതുപോലെ നമ്മുടെ ഫംഗ്ഷൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എൽ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ എന്തായിരിക്കും? ആ ഇമാജിനറി പാർട്ടായിരിക്കും. ഇതാണ് അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും.
നമുക്കിവിടെ തന്നിരിക്കുന്നുണ്ട് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1 + i ഇസഡ് സ്ക്വയർ പ്ലസ് ഐ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ ഇസഡ് സ്ക്വയർ പ്ലസ് ഐ ആണ്. നമുക്കറിയാം ഫംഗ്ഷന് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇസഡ് സ്ക്വയർ എന്നുള്ളതാണല്ലോ. ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നതിന് നമുക്കപ്പോൾ എന്തെഴുതാം? എക്സ് പ്ലസ് ഐ വൈ സ്ക്വയർ പ്ലസ് ഐ എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ എക്സ് പ്ലസ് ഐ വൈ സ്ക്വയർ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വേണമെങ്കിൽ എഴുതാം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2i xy, പിന്നെ മിച്ചമുള്ള ഐ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ റിയൽ പാർട്ട് മാത്രം നമ്മൾ എഴുതുവാണെങ്കിൽ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, ഇതിൻ്റെ ഇമാജിനറി പാർട്ട് മാത്രം നമ്മൾ എഴുതുവാണെങ്കിൽ ഐ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ 2xy + 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ uxy എന്ന് പറയുന്ന ആരാണ്? ഇതാ കണ്ടുപിടിച്ചിട്ടുണ്ട്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. നമ്മുടെ vxy എന്ന് പറയുന്ന ആരാണ്? 2xy + 1 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ചോദ്യത്തിൽ ഇസഡ് ടെൻസ് ടു 1 + i ആണ്. അപ്പോൾ നമ്മുടെ ഇസഡ് നോട്ട് എന്ന് പറയുന്ന ആരാണ്? 1 + i, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓർഡേർഡ് പെയർ 1 1 എന്ന് എഴുതാം. 1 + i നമുക്ക് വേണമെങ്കിൽ 1 1 എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, എങ്കിൽ നമ്മളിപ്പം പഠിച്ച ഇത് പ്രകാരം നമ്മുടെ ഫംഗ്ഷൻ്റെ റിയൽ പാർട്ട്, ഓക്കെ, ഇത് എങ്ങോട്ട് പോകും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മുടെ പഠിച്ച തിയറം പ്രകാരം ഈ എല്ല് കണ്ടുപിടിക്കുന്നതിന് പകരം, എല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ആരാ? u0 + i v0. അപ്പം ഈ u0 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? u0 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ റിയൽ പാർട്ട്, ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. v0 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഫംഗ്ഷൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അത്രയും ചെയ്താൽ മതി. അപ്പോൾ അതെ, നമ്മുടെ കയ്യിൽ u0 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. അതാണ് ലിമിറ്റ് xy ടെൻസ് ടു 1 1 x സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇനി ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഫംഗ്ഷൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. അതായത് ലിമിറ്റ് xy ടെൻസ് ടു 1 1 2xy + 1. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നതും 2xy + 1 എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ആ വാല്യൂ ഡയറക്റ്റ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ കണ്ടുപിടിക്കാൻ എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുക്കുക, വൈയുടെ പ്ലേസിൽ 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. ഇനി 2xy + 1 ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുക്കുന്നു, വൈയുടെ പ്ലേസിൽ 1 കൊടുക്കുന്നു. സോ നമുക്ക് ആൻസർ എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് u0 എന്ന് പറയുന്നത് 0 എന്നും v0 എന്ന് പറയുന്നത് 3 കിട്ടി. ഓക്കെ, സോ നമ്മുടെ ലിമിറ്റ് എൽ എന്ന് പറയുന്നത് എന്താണ്? u0 + i v0. അപ്പോൾ u0 വരും 0 + i3 = 3 എന്ന് കിട്ടി. സോ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടി? ഇതായത് കിട്ടി. ഓക്കെ, ഇത് ആക്ച്വലി ഞാൻ ഈ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ കണക്ക് ഇങ്ങനെ ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ കണക്കിന് പരീക്ഷിക്കുന്നെങ്കിൽ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ഇസഡ് സ്ക്വയർ പ്ലസ് ഐ എന്ന് പറയുന്ന ഒരു, നിങ്ങൾക്കറിയാം, ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ പോലെ, ഒരു പോളിനോമിയൽ പോലെ ഇരിക്കുന്നു. അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം തന്നെ കണ്ടിന്യൂസ് ആണെന്ന് നിങ്ങൾ ഓൾറെഡി കാൽക്കുലസ് തൊട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആകുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് നമ്മുടെ ചോദ്യം ഇപ്പം ഞാൻ ഓറാണ് പറയുന്നത്. ഒന്നുകിൽ ഞാൻ ഈ മോളിൽ പറഞ്ഞ രീതി ചെയ്യുക, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ പഠിപ്പിക്കാൻ പോണ രീതി ചെയ്താലും മതി. ഇസഡ് സ്ക്വയർ പ്ലസ് ഐ, ഇതിൽ ഇസഡ് സ്ക്വയർ പ്ലസ് ഐ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഓക്കെ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം 1 + i സ്ക്വയർ പ്ലസ് ഐ, നിങ്ങൾ 1 + i സ്ക്വയർ കണ്ടുപിടിച്ചാൽ a സ്ക്വയർ, b സ്ക്വയർ, i സ്ക്വയർ എന്ന് വെച്ചാൽ -1 + 2ab പ്ലസ് i. 1 - 1 പോയി, പിന്നെ 2i + i, ദാറ്റ് ഈസ് 3i. കണ്ടോ, നമുക്ക് ഇവിടെയും കിട്ടി എന്ത് തന്നെയായിരുന്നു? 3i തന്നെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇനി ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് സം പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഓൾറെഡി ലിമിറ്റ് പഠിക്കുമ്പോഴെല്ലാം പഠിക്കുന്ന ചില പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എഫ് ജി എന്ന് പറയുന്ന 2 ഫംഗ്ഷൻസ് ആണ്, കോംപ്ലക്സ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, എഫ് ഒരു ഫംഗ്ഷൻ, ജി മറ്റൊരു ഫംഗ്ഷൻ. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എൽ ആണ്. അതുപോലെ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് ജി ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? എം ആണ്. എങ്കിൽ എഫ് ഓഫ് ഇസഡിനെ ഒരു സി കൊണ്ട് ഗുണിക്കുന്നു, അതായത് സി ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. അതിൻ്റെ ലിമിറ്റ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? സി എൽ ആയിരിക്കും. കാരണം എഫ് ഓഫ് ഇസഡിൻ്റെ ലിമിറ്റ് ആസ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എന്താണ്? എൽ ആണെന്നുണ്ടെങ്കിൽ സി ഇൻറ്റു എഫ് ഓഫ് ഇസഡിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? സി എൽ ആയിരിക്കും. ഇനി ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് പ്ലസ് ജി ഓഫ് ഇസഡ് എന്തായിരിക്കും? എൽ + എം ആയിരിക്കും. ഇനി എഫ് ഓഫ് ഇസഡ് മൈനസ് ജി ഓഫ് ഇസഡിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും?
ആ എൽ മൈനസ് എം ആയിരിക്കും. അതേപോലെ പ്രോഡക്റ്റ് എന്ത് വരും? ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഇൻറ്റു ജി ഓഫ് ഇസഡ് വെച്ചാൽ എന്തായിരിക്കും? എഫ് ഓഫ് ഇസഡിൻ്റെ ലിമിറ്റ് എൽ ഇൻറ്റു ജി ഓഫ് ഇസഡിൻ്റെ ലിമിറ്റ് എം. ഇനി അടുത്ത കോഷ്യൻ, ഇത് പ്രോഡക്റ്റ്, ഇത് നമ്മുടെ പ്രോഡക്റ്റ്. അടുത്ത നമ്മുടെ കോഷ്യൻ്റ്, ഇത് നമ്മുടെ സമ്മിൻ്റെ റൂള്, അതുപോലെ ഡിഫറൻസിൻ്റെ റൂള്. ഓക്കെ, അടുത്ത ഇനി കോഷ്യൻ്റെ റൂൾ. കോഷ്യൻ്റെ റൂൾ വരുമ്പോഴത്തേക്ക് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ബൈ ജി ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ അപ്പം എഫ് ഓഫ് ഇസഡിൻ്റെ ലിമിറ്റ് എൽ കൊടുക്കുക, ഡിനോമിനേറ്ററിൽ ജി ഓഫ് ഇസഡിൻ്റെ ലിമിറ്റ് എം കൊടുക്കുക. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ എം എല്ലായ്പ്പോഴും എന്തായിരിക്കണം? ആ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ബിക്കോസ് ഡിനോമിനേറ്ററിലാണ് എം വരുന്നത്. സോ എൽ ബൈ എം എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എം എന്തായിരിക്കണം? ആ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇതാണ് ബേസിക് പ്രോപ്പർട്ടീസ് ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിക്കുക.